ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് തരം മൗണ്ടൻ ഡോഗുകളെ ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അധികം പേർക്കും അറിയാത്ത ഒരു 5 മൗണ്ടൻ ഡോഗുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ നമ്മുടെ കേരളത്തിലെ ഒരു ബ്രീഡ് കൂടിയുണ്ട്. അതേത് ഡോഗാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഈ ലിസ്റ്റിൽ നമ്പർ 5 മൗണ്ടൻ കാർ ഡോഗ്. യൂറോപ്പിൽ നിന്നും ഏകദേശം 200 വർഷം മുന്നേ അമേരിക്കയിലേക്ക് കുടിയേറി വന്നവർ കൊണ്ടുവന്ന ഒരു ഡോഗ് ബ്രീഡാണ് മൗണ്ടൻ കാർ. വീടുകളും ഫാമുകളും കാവലിന് പുറമെ ഈ ഡോഗുകളെ അധികവും ഉപയോഗിച്ചിരുന്നത് മലമുകളിൽ കാണുന്ന മൗണ്ടൻ ലയനെയും കരടികളെയും വേട്ടയാടാൻ വേണ്ടിയാണ്. ഏതു മലകളും ഓടിക്കയറി ഇരയെ പിടിക്കാൻ കഴിയുന്ന ശരീരപ്രകൃതിയും ധൈര്യവും ഈ ഡോഗിനുണ്ട്. നമ്പർ 4 ബെർണീസ് മൗണ്ടൻ ഡോഗ്. സ്വിറ്റ്സർലാൻഡിലെയും മറ്റും വലിയ കുന്നുകളിൽ കന്നുകാലി സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഡോഗുകളാണിവ. ഇവയെ നല്ലൊരു ഫാം നായായി ഉപയോഗിച്ചിരുന്നുവെങ്കിലും അധികവും ഇവയെ കർഷകർ പാലും ചീസും നിറച്ച വണ്ടികൾ വലിക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ ഇവയ്ക്ക് ചീസ് ഡോഗ് എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു. അധികവും ഒരാളോട് മാത്രം ഇണങ്ങുന്ന ഇവർ തികച്ചും ശാന്ത സ്വഭാവക്കാരാണ്. ഈ ലിസ്റ്റിൽ നമ്പർ 3 ഗ്രേറ്റ് സ്വിസ് മൗണ്ടൻ ഡോഗ്. സ്വിറ്റ്സർലാൻഡിലേക്ക് വന്ന കുടിയേറ്റക്കാരുടെ കയ്യിലുണ്ടായിരുന്ന വലിയ മാസ്റ്റിഫ് ഡോഗുകളും സ്വിറ്റ്സർലാൻഡിലുണ്ടായിരുന്ന തദ്ദേശീയ നായ്ക്കളും തമ്മിൽ ക്രോസായി ഉണ്ടായ ഡോഗാണിവ. പ്രധാനമായും ഇവയെ ആട്ടിൻകൂട്ടങ്ങളൊക്കെ കാവൽ നിൽക്കുവാനും വണ്ടികൾ വലിക്കുവാനുമാണ് ഉപയോഗിക്കുന്നത്. നമ്പർ 2 കുവാസ് ഡോഗ്. ഒരു ഹംഗേറിയൻ നായയാണിവ. ചെമ്മരിയാടുകളെ പോലെ ചുരുണ്ട രോമങ്ങളുള്ള ഈ നായയെ ഹംഗേറിയൻ ഗ്രന്ഥങ്ങളിൽ വരെ കാണാം. പണ്ടുകാലത്ത് രാജകീയ കാവൽ നായയായി പോലും ഇവയെ ഉപയോഗിച്ചിരുന്നു. ഇന്ന് പ്രധാനമായും ഇവയെ നല്ലൊരു ഗാർഡ് ഡോഗായാണ് വളർത്തുന്നത്. ഈ ലിസ്റ്റിൽ നമ്പർ 1 മലേറി ഡോഗ്. കേരളത്തിന് ഡോഗ് എന്ന് പറയാവുന്ന ഒരു ഡോഗാണിവ. തമിഴ്നാട് കേരള അതിർത്തിയിൽ മലനിരകളിലാണ് ഇവയെ കണ്ടുവന്നിരുന്നത്. ഈ മലകളിലുണ്ടായിരുന്ന ആദിവാസികൾ ഈ നായ്ക്കളെ വേട്ടയാടുന്നതിനും കാട്ടുമൃഗങ്ങളിൽ നിന്നും കന്നുകാലികളെയും മാടുകളെയും സംരക്ഷിക്കുന്നതിനും വേണ്ടി ഉപയോഗിച്ചു. എത്രയും ചെരിഞ്ഞു നിൽക്കുന്ന മലകൾ പോലും അള്ളിപ്പിടിച്ചു കയറാൻ കഴിയുന്ന ഇവയുടെ നഖങ്ങൾ തന്നെയാണ് ഇവയുടെ സവിശേഷത. ഈ പറഞ്ഞ ഡോഗുകളിൽ എത്ര ഡോഗുകളെ നിങ്ങൾക്കറിയാമെന്ന് കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.